കളങ്കാവൽ ഭരിക്കുന്ന കാവലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ 8 മാസത്തിന് ശേഷമുള്ള അദ്ദേഹം തിരിച്ചു വരവെന്നൊന്നും പറയാൻ പറ്റില്ല. 2020 മുതൽ പരീക്ഷണത്തിന്റെ കൊടുമുടിയിലാണ്. ആരും നിർമ്മിക്കാത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണ ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ആർത്തി കൊണ്ട്, അഭിനയത്തിന്റെ ആർത്തി കൊണ്ട് അഭിനയിക്കുന്ന സിനിമ. ഇതൊരു ഒരു സ്ലോ പേസ് അല്ലെങ്കിൽ മിഡ് സൈസിൽ പോകുന്ന, വലിയ ഫാസ്റ്റും അല്ല സ്ലോയും അല്ല, ആ രീതിയിൽ പോകുന്ന ഒരു സിനിമ. മമ്മൂട്ടിയും വിനായകനും പിന്നെ കുറച്ച് ജിബിൻ ഗോപിനാഥും കുറച്ച് പുതുമുഖങ്ങളും മാത്രമുള്ള സിനിമ. ആദ്യമായിട്ടുള്ള സംവിധാനം ചെയ്യുന്ന ജിതിൻ. ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഓപ്പണിംഗ് കിട്ടുമെന്ന് ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനിയോ മമ്മൂട്ടി ഫാൻസുകാർ പോലും പ്രതീക്ഷ കാണത്തില്ല. ആദ്യത്തെ ദിവസം നേടിയത് 15,66,00,000 രൂപയാണ് വേൾഡ് വൈഡ്. പലരും ചോദിക്കുന്നത് എന്താ ഇവിടെ മാത്രം കിട്ടിയല്ല, വേൾഡ് വൈഡ് കളക്ഷനാണ്. GCC ബാക്കിയുള്ള എല്ലായിടവും, കേരളവും എല്ലായിടും കൂട്ടിയിട്ടുള്ള കളക്ഷൻ 15,66,00,000 രൂപ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഇങ്ങനൊരു പടത്തിന്, ഇങ്ങനൊരു ജോണർ പടത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച കളക്ഷനാണ്. രണ്ടാം ദിനവും ഞെട്ടിക്കുകയാണ്. ഏകദേശം രണ്ടാം ദിനം ട്രാക്കേഴ്സിന് അനുസരിച്ച് നമ്മൾ പറയുന്നത് ഏകദേശം ഇന്നലെ ഉറപ്പായെന്ന് നിങ്ങൾക്ക് വിശ്വാസമാകാം. രണ്ടാം ദിവസം തീരുമ്പോൾ അതിൻ്റെ ബുക്കിങ്ങിൻ്റെ ഏകദേശം വെച്ചിട്ട് ഒരു 31 കോടിക്ക് പ്ലസ്. 2 ദിവസത്തെ ഒരു കൊച്ചു പടത്തിൻ്റെ കളക്ഷനാണ്. 31 കോടിക്ക് പ്ലസ് കിട്ടും. ഇനിയും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 100 കോടി അടിക്കുമോ? അതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഈ ജോണർ കിട്ടുന്ന പടത്തിന് ഇങ്ങനെ ഒരു കളക്ഷൻ കിട്ടുമെന്ന് പറയുന്നത് പടാറ് കളക്ഷനാണ്. അന്നേരം കാണാത്തൊരു പോയി കാണുക. എല്ലാവർക്കും കണ്ട് കാണാം, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, കുടുംബസമേതം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് കളങ്കാവൽ.